ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഉഗ്രം എന്ന തെലുങ്ക് മൂവിനെ കുറിച്ചിട്ടാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനും അവന്റെ കുടുംബവും ഒരു കാറിൽ വരുന്നതായിട്ട് കാണിക്കുന്നു. വണ്ടി ഓടിക്കുന്ന നായകന്റെ മേത്തൊക്കെ ഒരുപാട് പരിക്കുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നെറ്റിയിലുള്ള നായകന്റെ മുറിവിൽ നിന്ന് അവന്റെ കണ്ണിലേക്ക് ഒരു തുള്ളി രക്തം വീഴുവാണ്. ഈ സമയത്ത് അവൻ പെട്ടെന്ന് ഒന്ന് കണ്ണടയ്ക്കുന്നു. അപ്പോഴത്തേക്കും വണ്ടീന്റെ കൺട്രോൾ പോയിട്ട് അവിടെയുള്ള ഒരു പോസ്റ്റിൽ ഇടിക്കുവാണ്. അങ്ങനെ അപകടം നടക്കുമ്പോൾ നായകൻ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് വീഴുന്നു. ഈ സമയത്തും ഭാര്യയും കുഞ്ഞും ആ കാറിൽ തന്നെയാണ്. അങ്ങനെ അവരെ സേവ് ചെയ്യാൻ വേണ്ടി നായകൻ പെട്ടെന്ന് ഡോറെല്ലാം തുറക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ അപകടത്തിൽ ചെറിയ പരിക്കുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് അപകടം പറ്റിയ കാറും എടുത്തോണ്ട് നായകൻ പെട്ടെന്ന് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ്. അങ്ങനെ അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് നമ്മുടെ നായകൻ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിട്ട് അവിടെ ഇരുന്നൊന്ന് മയങ്ങുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. മയങ്ങി കിടന്ന നമ്മുടെ നായകൻ ഇപ്പൊ എഴുന്നേക്കുവാണ്. ഇന്നലെ രാത്രി താൻ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയ തന്റെ ഭാര്യന്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നായകൻ അവിടെ പോയി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ആരും ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് അവര് പറയുവാണ്. ഇത് കേൾക്കുന്ന നായകൻ ആകെ ഷോക്കായി പോകുന്നു. അതെങ്ങനെ ശരിയാവും? ഇന്നലെ രാത്രി ഞാൻ അവരെ കൊണ്ടുവന്നപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, നിങ്ങളെല്ലാം കണ്ടതല്ലേ, ഇപ്പൊ എന്തിനാ നോണ പറയുന്നേ? ഇങ്ങനെയെല്ലാം റിസപ്ഷൻ ലേഡിയോട് നായകൻ ചോദിക്കുവാണ്. ഇതേ സമയം തന്നെ അവിടേക്ക് ഒരു ഡോക്ടർ നടന്നു വരുന്നു. ഈ ഡോക്ടറെ കാണുന്ന സമയത്ത് നായകൻ ആ ഡോക്ടറോടും അവന്റെ ഭാര്യന്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നു. ഹലോ മിസ്റ്റർ, നിങ്ങൾ പറയുന്ന ആരും ഇന്നലെ അഡ്മിറ്റ് ആയിട്ടില്ലല്ലോ എന്ന് ഈ സമയത്ത് ഡോക്ടറും പറയുന്നു. ഇത് കേൾക്കുന്ന നായകനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തിനെങ്ങനെ നോണ പറയുന്നത്? എന്റെ ഭാര്യനെയും മകളെ നിങ്ങൾ എന്താ ചെയ്തേന്നൊക്കെ ഈ സമയത്ത് നായകൻ ഇങ്ങനെ ഒച്ചയെടുത്ത് ചോദിക്കുവാണ്. ഇതേ സമയം തന്നെ നായകന്റെ ചെവിയിലൂടെ മൂക്കിലൂടെ എല്ലാം ബ്ലഡ് വന്ന് നായകനോട് മയങ്ങി വീഴുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന ആശുപത്രിയിലെ ആൾക്കാര് നായകനെ എടുത്തുകൊണ്ട് പോയിട്ട് സ്കാൻ എല്ലാം ചെയ്ത് നോക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് നായകന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടാൻ തുടങ്ങുവാണ്. നായകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. നായകന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നു പറഞ്ഞുകൊണ്ട് നായകന്റെ വാർത്ത കിട്ടുവാണ്. അങ്ങനെ നായകൻ ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെയുള്ള അവന്മാരെല്ലാം എടുത്തിട്ട് പെരുക്കുന്നു. ഇതേ സമയം തന്നെ അവന്മാരെ എല്ലാവരെയും ബോസ് അവിടേക്ക് വരുവാണ്. ഇതെന്റെ സ്ഥലമാണ്, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇത് കേട്ട് നായകൻ ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും ചോദിച്ചുകൊണ്ട് അയാളുടെ മുഖത്തിന് നല്ലൊരു അടി കൊടുക്കുന്നു. എന്നിട്ട് നായകൻ ഇനി ഇതുപോലുള്ള ഇല്ലീഗൽ ബിസിനസ് നടത്താനാ ഭാവമെങ്കിൽ പിടിച്ചതിനകത്തിടുന്നൊക്കെ പറഞ്ഞൊരു വാണിംഗും കൊടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അയാൾക്ക് നായകനോട് ഭയങ്കര ദേഷ്യമാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ ജോലിക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നായകനെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ നായകന് വല്ലാത്ത ഇഷ്ടമാവുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായകൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുവാണ്, എങ്ങനെയെങ്കിലും അവളെ വീഴ്ത്താൻ വേണ്ടി. അങ്ങനെ കുറെ നാൾ അവളെ പുറകെ നടന്ന ഒരു ഘട്ടത്തിൽ നായകൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ആദ്യം അവൾ അത് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് നായകനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൾ അവനുമായിട്ട് അടുക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ സെറ്റ് ആവുന്നു. അങ്ങനെ ആ റിലേഷൻ നല്ല സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം റിവീൽ ആവുന്നത്. ഇല്ലീഗൽ ബിസിനസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നായകൻ ഒരു വ്യക്തിനെ നന്നായിട്ട് തല്ലിയിട്ട് വരട്ടുന്നുണ്ടായിരുന്നല്ലോ. ആ വ്യക്തിയായിരുന്നു നായകന്റെ അച്ഛൻ. അയാൾക്ക് അന്നത്തെ ഒരു സംഭവത്തോടെ നായകനോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. അപ്പൊ ഇതും കൂടി അറിയുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് പറയണ്ടല്ലോ. സോ അയാൾ തീരുമാനം എടുക്കുകയാണ് ഒരു കാരണവശാലും ഇനി അയാളുടെ മകളെ അവൻ കാണാൻ പാടില്ല എന്ന്, അവനുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്ന്. അതിനുവേണ്ടി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മകളുടെ കല്യാണം മറ്റൊരു ചെക്കനുമായിട്ട് ഉറപ്പിക്കുകയാണ്. ഈ സമയം നായിക എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, എനിക്ക് മറ്റൊരു പയ്യനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നായകന്റെ കാര്യം എല്ലാം പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നതൊന്നും കേൾക്കാൻ അയാൾ കൂട്ടാക്കുന്നില്ല. എന്തു വന്നാലും ഈ കല്യാണം നടന്നേ തീരുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ വാശി പിടിക്കുന്നു. ഈ കാര്യം നായകൻ അറിയാതിരിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി നായകനെ വീട്ടിൽ തന്നെ പൂട്ടിയിടുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ നായകൻ ഇതേ സമയം തന്നെ അത് അറിയുന്നുണ്ട്. അങ്ങനെ നായകനെ കല്യാണം മുടക്കി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവന്റെ സീനിയർ ഓഫീസർ അവിടേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകനെ പിടിച്ചു വലിച്ച് ലോക്കപ്പിൽ കയറ്റിയിട്ട് പൂട്ടിയിടുവാണ്. എന്നിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന നായകന്റെ ഫോട്ടോ എടുത്തിട്ട് നായകന്റെ അച്ഛനെ അയച്ചു കൊടുത്തിട്ട് എല്ലാം ഓക്കെയാണ്, ഇനി മകളുടെ കല്യാണം ധൈര്യമായിട്ട് നടത്തിക്കൊള്ളാൻ പറയുവാണ്. അങ്ങനെ സീനിയർ ഓഫീസറിന്റെ ഈ ഉദ്ദേശം മനസ്സിലാക്കിയ നായകനാകെ ദേഷ്യം വരുന്നു. അടുത്ത സീനിൽ നായകന്റെ വീട്ടിൽ അവളുടെ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നായികയ്ക്കാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ അച്ഛൻ സെറ്റ് ചെയ്ത പയ്യൻ അവളെ ഇപ്പൊ കല്യാണം കഴിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. നായകന്റെ കഴുത്തിൽ അവളുടെ അച്ഛൻ കണ്ടുപിടിച്ച പയ്യൻ തലി കെട്ടി എന്നുള്ള കാര്യം ഇപ്പൊ സീനിയർ ഓഫീസർ അറിയുവാണ്. അങ്ങനെ ഇപ്പൊ നായകനെ തുറന്നുവിട്ടിട്ട് അയാൾ പറയുവാണ്, ഇനി നീ പൊക്കോ, നിന്റെ കാമുകി ഇപ്പൊ മറ്റൊരാളുടെ ഭാര്യയായി. ഈ സമയം ദേഷ്യത്തോടു കൂടി വന്ന് നമ്മുടെ നായകൻ അയാളുടെ മുഖം അടിച്ചു പൊട്ടിക്കുന്നു. അതിന് ബൈക്കും എടുത്ത് നേരെ നായകന്റെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലിപ്പോ കല്യാണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന നായികയാണെങ്കിൽ ഈ സമയത്ത് നായകനെ കാണുന്നു. അങ്ങനെ അവള് താലി ഊരിക്കളഞ്ഞ് ഓടി നായകന്റെ അടുത്തേക്ക് വന്ന് അവനെ കിസ് ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന നായകന്റെ അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഈ സമയം നായകൻ അവളെ ചേർത്ത് പിടിച്ച് പറയുകയാണ്, ഇനി ഇവൾ എന്റെ കൂടെയാ ജീവിക്കാൻ പോകുന്നത്, ഇത് എന്റെ പെണ്ണാണ്. എന്നിട്ട് നായകൻ അവിടുന്ന് നായകനെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിലെ പ്രസന്റിലേക്ക് വരുവാണ്. നേരത്തെ ആശുപത്രി മയങ്ങി വീണ നായകന്റെ ചികിത്സകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇപ്പം നായകൻ ഒരു പോലീസുകാരനാണെന്ന് അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുവാണ്. ഈ സമയം ആ സ്റ്റേഷനിലെ ചാർജ് ഉണ്ടായിരുന്നത് വിക്ടർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിരുന്നു. ആ നാട്ടിലെ സ്ഥിരമായിട്ട് കുറെ ആൾക്കാർ കാണാതെ പോകുന്നുണ്ട്. ആ കേസിനെ പറ്റി അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. അങ്ങനെ വിവരം അറിഞ്ഞ അയാൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് വരുന്നു. അപ്പൊ ആ ഡോക്ടർ നായകൻ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. ഇതെല്ലാം കേട്ട വിക്ടർ ആണെങ്കിൽ ശരി, എടുത്ത CCTV ഒന്ന് ചെക്ക് ചെയ്യാന്നും പറഞ്ഞിട്ട് CCTV ചെക്ക് ചെയ്യുന്നു. അതിൽ നായകന് അപകടം പറ്റിയ കാറുമായിട്ട് ഒറ്റയ്ക്ക് അവിടേക്ക് വരുന്നതായിട്ടുള്ള ഫുട്ടേജ് മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. സോ നായകൻ അങ്ങനെ വന്ന സമയത്ത് ഭാര്യനെയും മകളെയും കൂട്ടിക്കൊണ്ട് വന്നതായിട്ടും അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കാൻ വേണ്ടി അകത്താക്കിയതായിട്ടും ഒക്കെ നായകൻ ഇമാജിൻ ചെയ്താണ്, അല്ലാതെ അതൊന്നും റിയൽ അല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഫുട്ടേജ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വിക്ടർ ചോദിക്കുകയാണ് ഡോക്ടറോട്, ഇതെന്താ ഡോക്ടർ അദ്ദേഹത്തിന് അങ്ങനെ പറ്റിയതെന്ന്. അങ്ങനെ ഇപ്പൊ ഡോക്ടർ വിക്ടറിനോട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. അദ്ദേഹത്തിന് തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഉള്ളതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യും. ഈ ഡിസോർഡർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ, വേണ്ട പോലെ ചികിത്സ കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായികന്റെ പാരന്റ്സ് അവിടേക്ക് വരുവാണ്. അങ്ങനെ ഇപ്പൊ നായികന്റെ അച്ഛനാണെങ്കിൽ എന്റെ മകളും കൊച്ചുമകളും ഒക്കെ എന്ത് ചെയ്യും ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുവാണ്. ഇത് കേട്ട വിക്ടർ അയാളോട് പറയുകയാണ്, തങ്ങളുടെ മകളും കൊച്ചുമകളൊന്നും ഇവിടെ ഇല്ല, അതെങ്ങനെ ശരിയാവും? ഇന്നലെ രാത്രി എന്റെ മകൾ എന്നെ വിളിച്ചായിരുന്നു, കൊച്ചുമോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവിന്റെ കൂടെ തന്നെയാണ് അവൾ അവിടുന്ന് പോകുന്നതും. അവരിന്നലെ വന്നപ്പോ എന്തോ അപകടം പറ്റി, അവന് ആശുപത്രിയിലാന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പൊ അവന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ മകളും കൊച്ചുമകളും എന്തി മോളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതെല്ലാം കേൾക്കുന്ന വിക്ടറിന് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പൊ നായകൻ പറഞ്ഞ പോലെ ഇന്നലെ അപകടം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വൈഫ് മകളും ഉണ്ടായിരുന്നിരിക്കും, എന്നാൽ അതിനുശേഷം അവരവിടെ പോയി. ഇങ്ങനെയല്ല അയാൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാവുന്നു. അടുത്ത സീനിൽ നായകന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അന്ന് നായകന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് കുറെ നാള് ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് അവർ ജീവിച്ചു വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കുട്ടിയും കൂടി കടന്നു വരുന്നു. അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബമായിട്ട് അങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പതിയെ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. നായകൻ ഒരു പോലീസുകാരനല്ലേ, എപ്പോഴും ഡ്യൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് നായകൻ അങ്ങനെ നടക്കുന്നത് നായികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരിക്കും ഡ്യൂട്ടിയുടെ തിരക്കുകൊണ്ട് നായകന് മകളെ ഭാര്യനെയും കെയർ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. സോ ഇതും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ ഇണക്കവും മിണക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നായകൻ ഒരു കേസ് കിട്ടുന്നത്. ആ കേസ് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കേസ് കിട്ടുന്ന ഉടനെ തന്നെ നമ്മുടെ നായകൻ എന്താ കാരണം എന്നറിയാൻ വേണ്ടി ആ കുട്ടീന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ ആശുപത്രി കിടക്കുന്ന അവളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവൾ പറയാൻ തുടങ്ങുന്നു, അവളൊരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ ലേഡീസ് ഹോസ്റ്റലിന്റെ പുറത്തായിട്ട് ഏത് സമയം കുറെ പയ്യന്മാരുണ്ടാവും, കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുന്ന തലതെറിച്ച ചെക്കന്മാര്. ആ പെൺകുട്ടികൾ ഗേറ്റിന്റെ അടുത്ത് കൂടി അങ്ങനെ പോകുന്ന സമയത്തെല്ലാം അവര് മോശമായിട്ട് ഇവരോട് പെരുമാറും. അങ്ങനെ അവരുടെ ടോർച്ചറിങ് സഹിക്കാനാവാതെയാണ് ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെ ഈ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന നായകൻ ആകെ ദേഷ്യം വരുന്നു. മോള് പേടിക്കേണ്ട, അവന്മാരൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നായകൻ ആ സ്ഥലത്തേക്ക് പോയിട്ട് അവന്മാരെല്ലാം ഓടിച്ചിട്ട് പിടിക്കുവാണ്. എന്നിട്ട് അവന്മാർക്കിട്ടെല്ലാം നല്ല തല്ലു കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ കൈയും പിടിച്ച് കെട്ടിവെച്ച് അവന്മാരുടെ പാനിന്റെ ഇടയിലൂടെ ചൊറിയുന്ന ചെടിയില്ലേ അത് വിട്ടുവെക്കുവാണ്. അങ്ങനെ നല്ലൊരു ശിക്ഷയും കൊടുത്ത് ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ പിടിച്ചകത്തിടുമെന്നും പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് നായകനോടൊന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഇത്രയും വലിയൊരു കാര്യം നമ്മുടെ നായകൻ ചെയ്തു കൊടുത്തോണ്ട് തന്നെ ആ കുട്ടികളെല്ലാം നായകനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് നമ്മുടെ നായകന്റെ വീട് കാണിക്കുന്നു. ഏത് സമയം നിങ്ങൾക്ക് ഡ്യൂട്ടി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവളെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി എന്നാ നീ റെഡിയാവും, നമുക്കൊരു ട്രിപ്പ് പോവാന്ന് നായകൻ പറയുവാണ്. അങ്ങനെ മകളെയും ഭാര്യനെയും കൂട്ടിക്കൊണ്ട് നായകൻ ട്രിപ്പ് പോകുന്നു. അങ്ങനെ ഒരു 3 പേരും കൂടി കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ സുപ്പീരിയർ ഓഫീസർ നായകനെ കോൾ ചെയ്തിട്ട് എന്തൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം വരണമെന്ന് പറയുവാണ്. അതുകൊണ്ട് തന്നെ നായകന് വേറെ വഴിയില്ലാതെ അവരുടെ എൻജോയ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഭാര്യനെയും മകളെയും കൂട്ടിക്കൊണ്ട് നായകൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ഈ സമയം നായകന്റെ ഭാര്യയ്ക്കും മകൾക്കൊക്കെ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു യാത്ര കിട്ടിയത്. ഇപ്പൊ അതും മുടങ്ങിപ്പോയി. അങ്ങനെ ഇപ്പൊ വീട്ടിലെത്തിയ നായകൻ ഭാര്യനെ മകളെ സമാധാനിപ്പിക്കുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഒരു തിരക്ക് വന്നുകൊണ്ടല്ലേ, നമുക്ക് മറ്റൊരു ദിവസം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാന്നൊക്കെ നായകൻ പറയുന്നു. ഈ സമയത്ത് നായകന്റെ മകള് പറയാണ്, അച്ഛാ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്കതൊന്ന് ആഘോഷിച്ചാലോ? ശരി, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ, എല്ലാം സെറ്റ് ചെയ്തോ, ഈവനിങ് ഞാൻ നേരത്തെ തന്നെ വന്നേക്കാം. ഇങ്ങനെയും പറഞ്ഞ് നായകൻ ഇറങ്ങുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായകനെ കാണിക്കുന്നു. ഇതേസമയം വീട്ടിലും നമ്മുടെ നായികയാണെങ്കിൽ മകളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തെ ആ സെലിബ്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുവാണ്. ഇതേസമയം വീട്ടിലേക്ക് ഒരു 3-5 റൗഡികൾ വരുന്നു. ഇതാരാന്നറിയാവോ? ആ ഹോസ്റ്റലിലെ പെണ്ണുങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നു എന്നും പറഞ്ഞുകൊണ്ട് നായകൻ പോയിട്ട് എടുത്തിട്ട് കുടഞ്ഞ പയ്യന്മാരുണ്ടല്ലോ, അവന്മാരാണിത്. നായകൻ അങ്ങനെ ചെയ്തതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നതാണ് അവന്മാരങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് നായകന്റെ കോങ്ങയ്ക്കെല്ലാം കയറി പിടിക്കുന്നു. എന്നിട്ട് കത്തിയെല്ലാം കാട്ടി അവളെ വരട്ടി അവളെ ഒരുപാട് ഭയപ്പെടുത്തുവാണ്. നിന്റെ ഭർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് ഇത്രയൊന്നും ചെയ്താ പോരാ, തൽക്കാലം ഞങ്ങൾ വിടുവാണെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവന്മാരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ നായിക വല്ലാതാവുകയാണ്. ഭർത്താവിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നായകന്റെ ഫോണിലേക്ക് അവൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും മീറ്റിംഗിലായതുകൊണ്ട് നായകൻ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് ഈവനിങ് സ്കൂളെല്ലാം വിട്ട് മകൾ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് അമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് മകൾക്കും എന്തോ പോലെയാവുന്നു. ഇന്ന് വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ വീട്ടിലേക്ക് എത്തിയേക്കാന്ന് പറഞ്ഞ നായകൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അന്ന് വരുന്നത് കുറെ ലേറ്റ് ആയിട്ടാണ്. ഈ സമയം നായിക ഭയങ്കര അപ്സെറ്റ് ആയി അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് നായകൻ ചോദിക്കുന്നു. ഈ സമയം നായിക ഒരുപാട് ദേഷ്യത്തോട് കൂടി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. എത്ര തവണ നിങ്ങളെ ഞാൻ കോൾ ചെയ്തു, നിങ്ങളൊന്നും എടുത്തു പോലും ഇല്ലല്ലോ ഒന്ന് നായിക ദേഷ്യപ്പെട്ട് പറയുകയും ചെയ്യുവാണ്. ഇത് കേട്ട നായകൻ സ്പോട്ടിൽ അവിടുന്ന് ബൈക്കും എടുത്തുകൊണ്ട് അവന്മാരുള്ള സ്ഥലമെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് എത്തുവാണ്. നിനക്കൊക്കെ എന്റെ വീട്ടിൽ കയറി വന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വന്നില്ലടാ, നിന്നെ ഒന്നും ഇനി വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെല്ലാം എടുത്തിട്ട് കൊടയുവാണ് നായകൻ. എന്നിട്ട് അവസാനം ആ 4 പേരിൽ 3 പേരും നായകൻ സ്പോട്ടിൽ എൻകൗണ്ടർ ചെയ്യുവാണ്. 4ാമത്തെ ആള് ജസ്റ്റ് മിസ്സിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകൻ ബൈക്ക് എടുത്ത് നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫ് കുട്ടീനെയും കൂട്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതായിട്ട് നായകൻ കാണുവാണ്. അങ്ങനെ നീ എങ്ങോട്ടാന്ന് ചോദിക്കുന്ന സമയത്ത് അവള് പറയാണ്, എനിക്ക് എന്തായാലും ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്, ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ന് അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കി നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നെങ്കിലും ഇപ്പോഴും അച്ഛൻ എന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ വരുവാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ സംസാരിച്ചത്. എന്നെ എന്റെ മോളെയും കെയർ ചെയ്യാത്ത ഒരാളുടെ കൂടെ എനിക്ക് ഇനി ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇനി ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചോളാം എന്ന് നായിക പറയുവാണ്. ഇതെല്ലാം
കേൾക്കുന്ന നായകൻ അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. പ്ലീസ് ദയവിത് ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ അവൾ കൈകൂപ്പി പറയുന്നു. ശരി, ഇന്ന് രാത്രി മകളെ കൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടേയാക്കാന്ന് പറഞ്ഞുകൊണ്ട് നായകൻ കാർ എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഇപ്പൊ അവരെയും കയറ്റിക്കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടി അങ്ങനെ നായകൻ ട്രാവൽ ചെയ്യുകയാണ്. ഇതായിരുന്നു മൂവിന്റെ സ്റ്റാർട്ടിംഗിലെ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്താണല്ലോ ആക്സിഡന്റ് ഉണ്ടായത്. സോ അവിടുന്ന് പോരുന്നതിന് മുമ്പ് നമ്മുടെ നായിക ഞാനും കുട്ടിയും വീട്ടിലേക്ക് വരുവാണെന്ന് അച്ഛനെ വിളിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസന്റ്ലി അയാള് നായകനെ മകളെ അന്വേഷിച്ച് ആ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ അപകടത്തിന് ശേഷം നായകന്റെ കൂടെ ഉണ്ടായിരുന്ന നായകന്റെ മകളും ഭാര്യയും എവിടെ പോയിന്ന് അറിയത്തില്ല ആർക്കും. നായകനാണെങ്കിൽ അവന്റെ ഓർമ്മശക്തി വന്ന പ്രശ്നം കൊണ്ട് ആ അപകടത്തിന് ശേഷം അവരെ ആശുപത്രിയിലാക്കിയിരിക്കുകയെന്നുള്ള ഇല്യൂഷന്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ വിക്ടർ എന്ന് പറയുന്ന ആ പോലീസുകാരൻ നായകന്റെ വീട്ടിലെ CCTV ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ 4 റൗഡികളും അന്ന് നായകന്റെ വീട്ടിൽ വന്നു പോകുന്നതിന്റെ വിഷ്വൽ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതല്ല ഈവനിങ് വീട്ടിലേക്ക് എത്തിയ നായകൻ ബൈക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതും കുറെ കഴിഞ്ഞ് നായിക മകളെയും കൂട്ടിക്കൊണ്ട് ബാഗും എടുത്ത് പുറത്തേക്ക് പോകുന്നതും അങ്ങനെ എല്ലാ വിഷ്വലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ 4 പേരെയും പറ്റി വിക്ടർ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ അതിൽ 3 പേര് മരിച്ചുപോയി, ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അയാൾ കണ്ടെത്തുന്നു. മിക്കവാറും ആ മിസ്സിംഗ് ആയിട്ടുള്ള ആളായിരിക്കും നായകന്റെ ഭാര്യനെയും മകളെ തട്ടിക്കൊണ്ടുപോയത്. ഇങ്ങനെയും വിചാരിച്ച് വിക്ടർ ആണെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കുവാണ്. അങ്ങനെ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞു പോകുന്നു, ഒരു ലീഡും കിട്ടിയിട്ടില്ല. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനാണെങ്കിൽ ഭാര്യനെയും കുഞ്ഞിനെയും കാണണമെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്നു. നായകനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ സമയത്ത് ഒരുപാട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകൻ കേൾക്കുന്നില്ല. എന്റെ കുഞ്ഞും ഭാര്യ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നായകൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അന്ന് നായകന്റെ അടുത്ത് മിസ്സായ 4ാമത്തെ റൗഡി ഉണ്ടല്ലോ, അയാൾ നായകനെ ഫോളോ ചെയ്ത് വന്ന് നായകനെ ഒരു സ്ഥലത്ത് വെച്ച് ലോക്ക് ചെയ്ത് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ സമയം നായകൻ അവനുമായിട്ട് നല്ല ഫൈറ്റ് ആവുകയാണ്. ഫൈനലി ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകനെ അവനെയും കൊല്ലേണ്ടി വരുന്നു. കറക്റ്റ് ടൈം അത് കണ്ടുകൊണ്ട് അവിടേക്ക് വിക്ടറും ബാക്കി പോലീസുകാരും എത്തുവാണ്. നായകന്റെ ഭാര്യനെയും മകളെ കണ്ടെത്താനുള്ള അവസാന ലീഡ് അവനായിരുന്നു. ഇപ്പൊ അവനെയും കൊന്നു കളഞ്ഞുകൊണ്ട് നായകൻ ഇപ്പൊ അവരെല്ലാരും വഴക്ക് പറയുകയാണ്. എന്നാൽ നായകൻ ഈ സമയത്ത് ഉറപ്പിച്ചൊരു കാര്യം പറയുകയാണ്, എന്റെ ഭാര്യയും മകളും കാണാതായാല് ഇവൻ എന്തായാലും പങ്കുണ്ടാവില്ല. അങ്ങനെ ഇവന് പങ്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്നെ അവനെ അവിടേക്ക് വരുത്തിച്ചിട്ട് അവിടെ വെച്ച് കൊല്ലാനും ശ്രമിക്കുകയുള്ളൂ, അല്ലാതെ എന്റെ പുറകെ വന്ന് ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കില്ല. സോ എന്റെ ഭാര്യയും മകളും കാണാതായാല് ഇവനൊരു പങ്കുമില്ല, ഉറപ്പാണ്. സംഭവം അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ ഒരു 4 കൊല്ലം നായകൻ ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് കേസായി അങ്ങനെ കോടതിയിലേക്ക് എത്തുവാണ്. ഈ സമയം നായകനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അവിടേക്ക് വന്നിട്ട് നായകന്റെ പ്രശ്നമെല്ലാം കോടതിനെ ബോധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അദ്ദേഹം ഓക്കെ ആവും. അതിനുശേഷം ശിക്ഷ കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ട്രീറ്റ്മെന്റ് മുടങ്ങിയ നായകൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്ന അറിയുന്ന സമയത്ത് കോടതി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് മുതലാക്കി എങ്ങനെയെങ്കിലും മകളെയും ഭാര്യനെയും കണ്ടെത്താമെന്ന് നായകൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ടൈം കിട്ടുമ്പോഴല്ല ആ കേസിന് പുറകെ നായകൻ പോകാൻ തുടങ്ങുന്നു. അന്ന് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തെല്ലാം പോയി നോക്കിയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്നൊക്കെ നായകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പരിസരം ചെക്ക് ചെയ്യുന്ന സമയത്ത് നായകൻ അവിടെ നിന്ന് ഒരു ലീഡ് കിട്ടുവാണ്. കുറച്ച് കുപ്പിവളകൾ പൊട്ടിക്കിടക്കുന്നു. അങ്ങനെ ആ വളപ്പൊട്ടുകളെല്ലാം എടുത്തു നോക്കി നായകൻ ഉറപ്പിക്കുകയാണ് ഇതെന്തായാലും തന്റെ ഭാര്യന്റെ അല്ല എന്ന്. അങ്ങനെ ഇപ്പൊ നായകൻ അതും എടുത്തോണ്ട് നേരെ വിക്ടറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അതെല്ലാം കാട്ടിക്കൊടുത്തിട്ട് അതിനെപ്പറ്റി എല്ലാം പറയുകയാണ്. ഈ സമയത്ത് വിക്ടർ നായകനെ വഴക്ക് പറയുകയാണ്, നിങ്ങളെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയല്ല. സാറിന് ഇതിന്റെ പുറകെ നടന്നിട്ട് ഞങ്ങൾക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. ഈ സമയം നായകൻ പറയാണ്, എനിക്ക് എന്റെ ഭാര്യനെയും മകളെ വേണം, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്നാൽ സംഭവം നടന്നപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ഏതെങ്കിലും ലേഡീസ് വന്നിട്ടുണ്ടാവും. അവരവിടെ നിന്ന് ഭാര്യനെയും മകളെയും ബലപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് പൊട്ടിപ്പോയതായിരിക്കും ഈ വളകൾ. ഇങ്ങനെല്ലാം നായകൻ പറയുന്ന സമയത്ത് അതിൽ കാര്യമുണ്ടെന്ന് വിക്ടർക്കും തോന്നുവാണ്. അങ്ങനെ പിന്നീട് അവരെല്ലാരും കൂടി ആ ലേഡി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങുന്നു. കുറെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു ലീഡും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നായകൻ ജീപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിന് അരികിലായിട്ട് 2-3 ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്നത് നായകൻ കാണുന്നത്. അവരുടെ കയ്യിലും അതുപോലത്തെ കുപ്പിവളകൾ ഉണ്ടായിരുന്നു. ഈ കാറ്റഗറിയുടെ കാര്യം മാത്രം നായകൻ ഇതുവരെ ഓർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നായകൻ അന്ന് രാത്രി അവരെ എല്ലാവരെയും ഫോളോ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ രാത്രി ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ആ സാരി എല്ലാം മാറി ആണുങ്ങളെ പോലെ പുറത്തേക്ക് വരുവാണ്. ഇത് കാണുന്ന നായകന് വീണ്ടും അവരെ ഡൗട്ട് തോന്നുന്നു. അങ്ങനെ വീണ്ടും അവരെ ഫോളോ ചെയ്യുവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാരും പോകുന്നത് അവരുടെ ബോസിനെ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അയാളെ കാണുന്ന നമ്മുടെ നായകൻ അയാളെ ലോക്ക് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നായകൻ അയാളെ നോട്ട് ചെയ്യുന്ന കാര്യം അയാൾ അറിയുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നായകൻ പുറകെ ചെല്ലുന്നു. അങ്ങനെ റോഡിലൂടെ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ ഒരു ട്രക്ക് ഇടിച്ച് അയാൾ മരിച്ചു പോകുന്നു. അങ്ങനെ ആ ലീഡ് നായകന് നഷ്ടമാവുകയാണ്. അങ്ങനെ മരിച്ചുപോയ വ്യക്തിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നായകൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വിക്ടോറിയ ചെന്ന് കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അന്ന് ആക്സിഡന്റ് നടന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടാൻ തുടങ്ങുന്നു. അന്ന് ആ കാർ ഇടിച്ചിട്ട് നായകൻ തെറിച്ചുപോയി താഴെ വീഴുന്ന സമയത്ത് അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വരുവാണ്. അങ്ങനെ അവിടേക്ക് എത്തിയ അവര് കാറിലുള്ള നായകന്റെ ഭാര്യനെയും മകളെയും പിടിച്ചുകൊണ്ട് പോകുന്നു. സോ നായകൻ ഗസ് ചെയ്തപോലെ തന്നെ ഭാര്യനെയും മകളെയും ബലപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു അവരുടെ കയ്യിലുള്ള വളകളെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം ടൈം പ്രസന്റിലേക്ക് വരുന്നു. ഇനി അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ പിടിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് നായകൻ പറയുന്നു. അങ്ങനെ വിക്ടറിനോട് ആ കാര്യം പറഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുവാണ്. അന്ന് പാതിരാത്രി ആവുന്ന സമയത്ത് ഒരു വരുന്ന പോലീസിനെ വേഷമെല്ലാം മാറ്റി ഒരു സാധാരണ ലേഡീനെ പോലെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിരുത്തുന്നു. അതും കണ്ടുകൊണ്ട് അവിടേക്ക് ആ ട്രാൻസ്ജെൻഡേഴ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിച്ചോണ്ട് പോകും. അപ്പൊ അവരെ ഫോളോ ചെയ്ത് അവരെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നായകന്റെ പ്ലാൻ. അങ്ങനെ നായകൻ പ്ലാൻ ചെയ്തപോലെ തന്നെ ആ വനിതാ പോലീസുകാരി അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഓട്ടോയിൽ ആ ടീംസ് എത്തുവാണ്. ഇപ്പൊ ഈ പരിസരത്തൊന്നും ആരുമില്ല. ആ പെണ്ണിനെ പൊക്കാന്നും വിചാരിച്ചുകൊണ്ട് അവരവിടേക്ക് ഇറങ്ങി വന്ന് സ്പ്രേ എല്ലാം അടിച്ച് അവരെ മയക്കി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഈ സമയം പോലീസുകാരെല്ലാം പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ പോലീസുകാരിനെ കയറ്റി വണ്ടി
എടുത്ത് പോകുന്ന അതേ സമയം തന്നെ പോലീസുകാരെല്ലാം വന്നവരെ ലോക്ക് ചെയ്യുന്നു. ഇവര് സ്ത്രീകളുടെ വേഷം കെട്ടിയ ആണുങ്ങളാണല്ലോ. അങ്ങനെ അവരെല്ലാരും എടുത്തിട്ട് പെരുമാറി എല്ലാരും അറസ്റ്റ് ചെയ്ത് നായകൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? പറഞ്ഞില്ലെങ്കിൽ ഒരെണ്ണത്തിന് ഇവിടുന്ന് വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നായകൻ എല്ലാവരും വരട്ടുവാണ്. ഈ സമയം നിവൃത്തിയില്ലാതെ അവർക്ക് അത് പറയേണ്ടി വരുന്നു. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ബോസിന് വേണ്ടിയാണ്. ഇങ്ങനെ കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാം ബോസ് മറ്റൊരു വ്യക്തിക്ക് കൊണ്ടേ കൊടുക്കും. അങ്ങനെ അയാൾക്ക് പൈസ കിട്ടും. അതിൽ നിന്നൊരു പങ്ക് ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാം ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടേ ചാക്കിൽ കെട്ടിവെക്കും. അവിടുന്ന് ആ പാർസൽ അവരെടുത്തോണ്ട് പോവാ ചെയ്യാറ്. അങ്ങനെ കൊണ്ടുവന്നവരെ എന്താ ചെയ്യുന്നേ, എവിടെയൊക്കെ കൊണ്ടുപോകുന്നേ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായകൻ ഇയാളാണോ നിങ്ങളുടെ ബോസ് എന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ ലോറി ഇടിച്ച് മരിച്ച വ്യക്തിന്റെ ഫോട്ടോ കാട്ടിക്കൊടുക്കുന്നു. ഇത് തന്നെയാണെന്ന് ഈ സമയത്ത് അവർ പറയുകയാണ്. ഇത് കേൾക്കുന്ന നായകൻ ആകെ അപ്സെറ്റ് ആവുകയാണ്. ആ ബോസ് മരിച്ചു പോയല്ലോ, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു അയാൾ ആർക്ക് വേണ്ടിയായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. ഇനിയിപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാതെ നായകനാകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും പുറകെ കളിക്കുന്ന മെയിൻ വില്ലനെ കാണിക്കുന്നു. കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാം ബോസ് എത്തിച്ചു കൊടുക്കുന്നത് ഇയാളുടെ അടുത്തേക്കായിരുന്നു. മനുഷ്യന്മാരെ വെച്ചിട്ട് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിലെ നായകനെ കാണിക്കുന്നു. ഇതിന് പുറകെ കളിക്കുന്ന ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കടത്തിക്കൊണ്ട് പോകുന്നവരെ ഇവർ ചാക്കിൽ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഗെറ്റപ്പിൽ ഒരു ചാക്കിനകത്തായി അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് അവിടേക്ക് ഒരു വണ്ടി വന്നിട്ട് അവിടെയുള്ള ചാക്കുകെട്ടുകളെല്ലാം കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ അത് എത്തിക്കുന്നത് ആ മെയിൻ വില്ലന്റെ സ്ഥലത്തേക്കായിരുന്നു. കുറെ തടവറയും ലാബും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ് അവിടെ. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നമ്മുടെ നായകൻ അവിടെയുള്ള ഒരു ഡോക്ടറെ തല്ലി അവശനാക്കി അയാളുടെ വസ്ത്രമെല്ലാം ധരിച്ച് അയാളുടെ ഗെറ്റപ്പിലെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആ മെയിൻ വില്ലൻ പിടിച്ചോണ്ട് വന്നിട്ട് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന എല്ലാവരെയും നായകൻ മോചിപ്പിക്കുകയാണ്. ഈ കൂട്ടത്തിൽ നായകന്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടെത്തി നായകൻ അവരെ സേവ് ചെയ്യുന്നു. സോ ഇപ്പൊ ഇത്രയൊക്കെ ആയെങ്കിലും നായകൻ വന്ന മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ മെയിൻ വില്ലൻ ആരാണെന്ന് കണ്ടെത്തി അയാളെ തീർത്ത് കളയണം. ഇനി ഒരാളോടും അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളെ ഇനി ആരും കടത്തിക്കൊണ്ടു പോകാൻ പാടില്ല. അതിനുവേണ്ടി നായകൻ ഇപ്പൊ അയാളെ അന്വേഷിച്ച് നടക്കുവാണ്. ഇതേസമയം അയാളുടെ കുറെ ആൾക്കാർ വന്ന് നായകനുമായിട്ട് ഫൈറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും അടിച്ച് നിലംപരിശാക്കി അവസാനം നായകൻ അവിടെ വെച്ച് ആ വില്ലനെ കൊന്നു കളയുന്നു. അങ്ങനെ നായകൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് നായകൻ ഒരുപാട് പേരും പ്രശസ്തിയൊക്കെ ആവുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.